Welcome to my YouTube channel Anjali Devadas Biohub. നമുക്ക് ആദ്യം എന്താണ് കൊളസ്ട്രോൾ നോക്കാം. ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് മെംബ്രെയിൻ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ബയോസിന്തസിസ് ഒക്കർ ഇൻ ലിവർ. അപ്പോൾ ലിവറിലാണ് ഈ ഒരു കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. മെയിനായിട്ട് സൈറ്റോസോളിലും കുറച്ച് സിന്തസിസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും നടക്കുന്നുണ്ട്. ഈ കൊളസ്ട്രോൾ ബയോസിന്തസിസിൻ്റെ പ്രിക്കർസർ എന്ന് പറയുന്നത് അസറ്റൈൽ കോയയാണ്. ഇനി ഈ കൊളസ്ട്രോൾ ബയോസിന്തസിസ് നടക്കുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ഹൈ ആവുന്ന സമയത്ത്, സ്ട്രെസ് ലെവൽ ലോ ആവുന്ന സമയത്തൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആവുന്ന സമയത്ത് അവിടെ ഇൻസുലിൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് ലെവൽ കുറയുന്ന സമയത്ത് ആൽഡോസ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കുള്ളൂ, അതിൻ്റെ അളവ് കുറവായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് കൊളസ്ട്രോൾ സിന്തസിസ് നടക്കുന്നത്. സോ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് മെംബ്രെയിൻ ആൻഡ് ഇറ്റ്സ് ബയോസിന്തസിസ് ഒക്കർ ഇൻ ലിവർ ആൻഡ് ദ പ്രിക്കർസർ ഫോർ കൊളസ്ട്രോൾ ബയോസിന്തസിസ് ഈസ് അസറ്റൈൽ കോയ. ഇനി ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 27 കാർബൺ ട്രൈ ടെർപ്പീൻ ആണ്. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു 27 കാർബൺ ട്രൈ ടെർപ്പീൻ ആണ്. ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ആംഫിപാത്തിക് മോളിക്യൂളാണ്. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഫിപാത്തിക് മോളിക്യൂളാണ്. അതിനൊരു പോളാർ OH ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നോൺ പോളാർ സ്മോൾ ടെയിൽ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ആംഫിപാത്തിക് മോളിക്യൂളാണ്, അതിനൊരു OH ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നോൺ പോളാർ ടെയിലുണ്ട്. അതുമാത്രമല്ല ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ സൈക്ലിക് റിംഗ്, കുറേ സൈക്ലിക് റിംഗ് അതിന് പ്രസന്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു കൊളസ്ട്രോളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ അനിമൽസ്. ഓക്കെ, ഇത് എവിടെയാണ് കാണുന്നത്? ഇത് അനിമൽസിലാണ് ഉള്ളത് ആൻഡ് ഇറ്റ് ഈസ് ആബ്സെന്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ കൊളസ്ട്രോൾ ഇറ്റ് ഈസ് ആൻ യൂണിക് സ്റ്റിറോയിഡ് ഇൻ അനിമൽസ് ആൻഡ് ഇറ്റ് ഈസ് ആബ്സെന്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ബാക്ടീരിയ. ഓക്കെ, ഇനി ഈ ഒരു കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ ഒരു റിജിഡിറ്റി ഉണ്ടാവുന്നത്. അതുമാത്രമല്ല ഇറ്റ് ആക്ട് ആസ് എ ടെമ്പറേച്ചർ ബഫർ. ഓക്കെ, ഇനി ഇത് വൈറ്റമിൻ ഡിയുടെ പ്രീകേഴ്സർ ആണ്, അതുപോലെ തന്നെ ബൈൽ ആസിഡ്സിന്റെ പ്രീകേഴ്സർ ആണ്, കുറെ സ്റ്റീറോയിഡ് ഹോർമോൺസിന്റെയും പ്രീകേഴ്സേഴ്സ് ആണ്. ഏത് സ്റ്റീറോയിഡ് ഹോർമോൺസ് ഒക്കെയാണ്? ആൽഡോസ്റ്റിറോൺ, പ്രൊജസ്റ്ററോൺ, ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് മെംബ്രെയിൻ. ഇതിൻ്റെ ബയോസിന്തസിസ് നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ബയോസിന്തസിസിൻ്റെ പ്രിക്കർസർ എന്ന് പറയുന്നത് അസറ്റൈൽ കോയാണ്. കൊളസ്ട്രോൾ സിന്തസിസ് നടക്കുന്നത് ഏതൊക്കെ സമയത്താണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ഹൈ ആവുന്ന സമയത്തും സ്ട്രെസ് ലെവൽ ലോ ആവുന്ന സമയത്തും ആയിരിക്കും. അതുമാത്രമല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു 27 കാർബൺ ട്രൈ ടെർപ്പീൻ ആണ്. ഇതൊരു ആംഫിപാത്തിക് മോളിക്യൂളാണ്, അതിനൊരു OH ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നോൺ പോളർ ടെയിലും ഉണ്ട്. അത് മാത്രമല്ല ഇതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ ഇതിൽ കുറെ മൾട്ടിപ്പിൾ സൈക്ലിക് റിംഗ് പ്രസന്റ് ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ഇറ്റ് ഇസ് എ യൂണിക് സ്റ്റിറോയിഡ് പ്രസന്റ് ഇൻ അനിമൽസ് ഓൺലി ആൻഡ് ഇറ്റ് ഇസ് ആബ്സെന്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ബാക്ടീരിയ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഒരു റിജിഡിറ്റി കൊടുക്കുന്നതാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ടെമ്പറേച്ചർ ബഫർ. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി, ബൈൽ ആസിഡ്, അതുപോലെ തന്നെ കുറെ സ്റ്റീറോയിഡ് ഹോർമോൺസിന്റെ ഒക്കെ പ്രിക്കേഴ്സേഴ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റീറോയിഡ് ഹോർമോൺ? ആൽഡോസ്റ്റിറോൺ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോണിന്റെ ഒക്കെ പ്രിക്കേഴ്സർ ആണ് ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത്.